സമുദ്രത്തിലെ വെള്ളം ആവിയായി മുകളിലേക്ക് പോയി വീണ്ടും പെയ്യുന്നതിന്റെ പേരാണ് മഴയെങ്കിൽ അദൃശ്യനായ ആത്മാവാകുന്ന ധന്യനായ ഏകാധിപതിയായ മനുഷ്യരാരും കാണാൻ കഴിയാത്ത ആ ദൈവത്തെ നമ്മുടെ ജഡത്തിലൂടെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിന്റെ പേരാണ് ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട് കൂടെ. യേശു ക്രിസ്തു ഒരാളിലാണ് ഇത് സംഭവിച്ചത് തുടക്കത്തിൽ, യേശു ഭൂമിയിൽ വന്നപ്പോൾ. എന്നാൽ ബൈബിളിന്റെ അവസാനം വരുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ഒരാളിലൂടെ ഭൂമിയിൽ കൂടാരമായെന്നല്ല, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോട് കൂടെ എന്നല്ല, മനുഷ്യരോടുകൂടെ. യേശു ക്രിസ്തു ഒരാളിൽ സാധിച്ചത് ബൈബിളിന്റെ അവസാനം വരുമ്പോൾ നമ്മൾ എല്ലാവരിലും സാധിക്കുകയാണ്. അതിലേക്ക് എത്തിച്ചേരണം. അവരാണ് ജയിക്കുന്നവർ. ജയിക്കുന്നവൻ അവകാശമാക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ ആരായിരിക്കും? അവൻ ദൈവത്തിന്റെ ഭൂമിയിലെ കൂടാരമായിരിക്കും. ദൈവം അവനിലൂടെ വെളിപ്പെടും. ദൈവം അവനിലൂടെ പ്രവർത്തിക്കും. അവൻ ഈ ലോകത്തിന്റെ വെളിച്ചമാകും. അവൻ പുതിയ യെരൂശലേമിലെ ഒരു കല്ലായിരിക്കും. ആ വെളിച്ചത്തിലാണ്